നമസ്കാരം. പശ്ചിമബംഗാളിൽ ഭരണമാറ്റമുണ്ടാകുമെന്ന് പ്രവചിച്ച് പോൾ ഡയറി എക്സിറ്റ് പോൾ ഫലങ്ങൾ. 294 അംഗ നിയമസഭയിൽ BJP വ്യക്തമായ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തുമെന്നാണ് പ്രവചനം. മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിന് കനത്ത തിരിച്ചടി നേരിടുമെന്നും സർവേ സൂചിപ്പിക്കുന്നു. 45.87% വോട്ട് വീതം സ്വന്തമാക്കുന്ന BJP 142 മുതൽ 171 വരെ സീറ്റുകൾ നേടി അധികാരത്തിലെത്താൻ സാധ്യതയുണ്ടെന്ന് സർവേ വ്യക്തമാക്കുന്നു. അതേസമയം ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസ് 40.32% വോട്ടുകളോടെ 99 മുതൽ 127 വരെ സീറ്റുകളിലേക്ക് ചുരുങ്ങുമെന്നും പ്രവചനമുണ്ട്. ഇടതുമുന്നണിക്ക് 7.47% വോട്ട് വിഹിതത്തോടെ 2 മുതൽ 3 വരെ സീറ്റുകളും കോൺഗ്രസിന് 4.59% വോട്ടുകളുടെ 3 മുതൽ 5 വരെ സീറ്റുകളും മാത്രമേ ലഭിക്കാൻ സാധ്യതയുള്ളൂ. മറ്റുള്ളവർ 1.75% വോട്ട് വിഹിതത്തോടെ ഒന്നോ അതിൽ താഴെയോ സീറ്റുകളിൽ ഒതുങ്ങുന്നു. പോൾ ഡയറി എക്സിറ്റ് പോൾ ഫലങ്ങൾ വ്യക്തമാക്കുന്നു. ഭരണവിരുദ്ധ വികാരം മമതാ ബാനർജിക്ക് തിരിച്ചടിയാകുന്നുവെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. തൃണമൂലിന് 99 മുതൽ 127 സീറ്റുകൾ വരെ മാത്രമേ ലഭിക്കാൻ സാധ്യതയുള്ളൂ. ഇടതുപക്ഷവും കോൺഗ്രസും ചിത്രത്തിലില്ല. ഒരിക്കൽ ബംഗാൾ ഭരിച്ചിരുന്ന ഇടതുമുന്നണിയും കോൺഗ്രസും ഇത്തവണയും നിശേഷം തകരുമെന്നാണ് പ്രവചനം. ഇടതുപക്ഷത്തിന് പരമാവധി 3 സീറ്റുകളും കോൺഗ്രസിന് 5 സീറ്റുകൾ മാത്രമേ ലഭിക്കാനിടയുള്ളൂ. ബംഗാളിൽ കാവി തരംഗം ആഞ്ഞടിക്കുമെന്ന് എക്സിറ്റ് പോൾ പ്രവചിക്കുമ്പോൾ ഔദ്യോഗിക ഫലപ്രഖ്യാപനത്തിനായി കാത്തിരിക്കുകയാണ് രാജ്യം. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിലെ ഫലങ്ങളും നിർണായകമാകും. അതേസമയം അസമിൽ മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള BJP സഖ്യം വലിയ വിജയം നേടുമെന്ന് ആക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് പോൾ ഫലം പ്രവചിക്കുന്നു. ഭരണകക്ഷിയായ ഈ സഖ്യം വലിയ ഭൂരിപക്ഷത്തോടെ അധികാരം നിലനിർത്തുമെന്നാണ് സർവേ സൂചിപ്പിക്കുന്നത്. സർവേ പ്രകാരം 126 അംഗ നിയമസഭയിൽ 88 മുതൽ 100 വരെ സീറ്റുകൾ NDA സഖ്യം നേടാൻ സാധ്യതയുണ്ട്. ഇത് കേവല ഭൂരിപക്ഷത്തിന് വളരെ മുകളിലാണ്. ഈ പ്രവചനം യാഥാർത്ഥ്യമായാൽ അസമിൽ BJPക്ക് ഇതും തുടർച്ചയായ 3ാം ഭരണമായിരിക്കും. മറുഭാഗത്ത് കോൺഗ്രസ് സഖ്യം 24 മുതൽ 36 വരെ സീറ്റുകളിൽ ഒതുങ്ങുമെന്നാണ് പ്രവചനം. ഇത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ വളരെ പിന്നിലാണെന്ന് വ്യക്തമാകുകയാണ്. വോട്ട് വിഹിതത്തിന്റെ കാര്യത്തിലും NDA സഖ്യം ബഹുദൂരം മുന്നിലാണ്. NDA 48% വോട്ട് വിഹിതം നേടുമെന്ന് പ്രവചിക്കപ്പെടുമ്പോൾ കോൺഗ്രസിന് 38% വോട്ടുകൾ മാത്രമേ ലഭിക്കാൻ സാധ്യതയുള്ളൂ. ബാക്കിയുള്ള 14% വോട്ടുകൾ മറ്റു പാർട്ടികൾക്ക് ലഭിക്കും. അസമിൽ BJP വീണ്ടും വലിയ വിജയം നേടുമെന്ന് NDTV എക്സിറ്റ് പോൾ ഫലം പ്രവചിക്കുന്നു. മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിൽ BJP സഖ്യം വീണ്ടും അധികാരത്തിൽ തിരിച്ചെത്തിയേക്കും. NDTV ആക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് പോൾ പ്രകാരം BJP സഖ്യം 88 മുതൽ 100 വരെ സീറ്റുകൾ നേടും. എന്നാൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന സഖ്യം 24 മുതൽ 36 സീറ്റുകളിൽ ഒതുങ്ങും. പുറത്തുവന്ന കണക്കുകൾ പ്രകാരം വോട്ട് വിഹിതത്തിൽ NDA സഖ്യം ബഹുദൂരം മുന്നിലാണ്. NDA 48% മുതൽ 37% വരെ വോട്ട് വിഹിതം സ്വന്തമാക്കുന്നു. കോൺഗ്രസ് 38% വോട്ട് വീതമേ സ്വന്തമാക്കുന്നുള്ളൂ. മറ്റുള്ളവർ 14% വോട്ട് വീതവും സ്വന്തമാക്കുന്നു. BJPയുടെ സഖ്യകക്ഷികളായ AGP 7%, BPF 4% എന്നിങ്ങനെയാണ് കണക്കുകൾ. ഇവരും NDAയുടെ വിജയത്തിൽ നിർണായക പങ്ക് വഹിക്കുമെന്നും സർവേ വ്യക്തമാക്കുന്നു. മുൻകാലങ്ങളിൽ അസമിൽ വലിയ സ്വാധീനമുണ്ടായിരുന്ന കോൺഗ്രസ് സഖ്യത്തിന് ഇത്തവണയും വോട്ടർമാരെ ആകർഷിക്കാൻ കഴിഞ്ഞില്ലെന്നാണ് പ്രവചനം. കോൺഗ്രസ് 31%, റൈജോർദൾ 3%, AGP 3% തുടങ്ങിയവർ അടങ്ങിയ സഖ്യം പരമാവധി 36 സീറ്റുകളിൽ ഒതുങ്ങും. മൗലാന ബദ്രുദ്ദീൻ അജ്മലിന്റെ AUDF വെറും 2% വോട്ടിലേക്ക് ചുരുങ്ങിയതും ശ്രദ്ധേയമാണ്. BJPയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായിരുന്ന ഹിമന്ത് ബിശ്വ ശർമ്മയെ മുഖ്യമന്ത്രിയെ ഉയർത്തിക്കാട്ടിയത് ഭരണകക്ഷിക്ക് വലിയ ഗുണം ചെയ്തുവെന്നാണ് പ്രാഥമിക നിഗമനം. വികസന പദ്ധതികളും ശക്തമായ പ്രാദേശിക നേതൃത്വവും അസമിൽ BJPയെ അജയ്യരാക്കി മാറ്റുകയാണ്. അസമിലെയും കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ജനവിധിക്കായി രാജ്യം കാത്തിരിക്കുമ്പോഴും വടക്കിഴക്കൻ മണ്ണിൽ താമര ഒരിക്കൽ കൂടി വിരിയുമെന്ന സൂചനയാണ് എക്സിറ്റ് പോളുകൾ നൽകുന്നത്. എന്നിരുന്നാലും ഔദ്യോഗിക വോട്ടെണ്ണൽ ഫലം വരുന്നതുവരെ ഈ പ്രവചനങ്ങൾ കേവലം സൂചനയായി മാത്രം തുടരും. 824 നിയമസഭാ മണ്ഡലങ്ങളിലായി 17 കോടി വോട്ടർമാരാണ് വോട്ടെടുപ്പിൽ പങ്കെടുത്തത്. അസം, കേരളം, പുതുച്ചേരി എന്നിവിടങ്ങളിൽ ഏപ്രിൽ 9 വോട്ടെടുപ്പ്. തമിഴ്നാട്ടിൽ ഏപ്രിൽ 23 ഒരൊറ്റഘട്ടമായി വോട്ടെടുപ്പ് നടന്നു. ബംഗാളിൽ ആദ്യ 2 ഘട്ടങ്ങൾ ഏപ്രിൽ 23 പൂർത്തിയായി. 2ാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്.